കാൽവിൻ പെർഫ്യൂംസിൻ്റെ 59ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സമ്മർ പെർഫ്യൂം. കാരണം അറിയാലോ, നമ്മുടെ ചൂട് ഹെവി ആയിട്ട് തുടങ്ങി, തണുപ്പൊക്കെ മാറി ഇപ്പോൾ ഭയങ്കര ചൂടായി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഏത് പെർഫ്യൂംസ് അടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ശരിക്കും പറഞ്ഞാൽ സമ്മർ പെർഫ്യൂം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രണ്ട് ടൈപ്പ് ആളുകൾ, നമുക്ക് രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ഒന്ന്, സമ്മറിൽ നമുക്ക് ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സമ്മർ പെർഫ്യൂം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്വാട്ടിക് പെർഫ്യൂം, സിട്രസ് പെർഫ്യൂംസിന്റെ ഒക്കെ ലിസ്റ്റ് ആയിരിക്കും. അതിൽ നമ്പർ 1 പറയുന്നത് മിക്കവാറും വേഴ്സാച്ചയുടെ എറോസ്, ജോർജിയോ അർമാണിയുടെ അക്വാ ഡിജിയോ എന്നൊക്കെയുള്ള പെർഫ്യൂംസ് ആയിരിക്കും കൂടുതൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുക. ഞാനതിനെ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവരുദ്ദേശിക്കുന്ന സമ്മർ എന്ന് പറയുന്നത് യൂറോപ്യൻ ആ ഒരു അവിടുത്തെ ഒരു സമ്മറിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും സമ്മർ പെർഫ്യൂംസ് എല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ടെമ്പറേച്ചറും മീൻസ് സമ്മറിന്റെ ടെമ്പറേച്ചറും കേരളത്തിലെ സമ്മറിന്റെ ടെമ്പറേച്ചറും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തെറ്റാ. ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ഉള്ളത്. ഇത്രയും ഹ്യൂജ് അന്തരമുണ്ട്. അവിടുത്തെ സമ്മർ എന്നൊക്കെ പറഞ്ഞ ഒരു 20-25 ഡിഗ്രി സെന്റിഗ്രേഡിനെയാണ് അവിടുത്തെ സമ്മർ എന്നൊക്കെ പറയുന്നത്. ഇവിടെ 30, 35, 40 വരെയൊക്കെ ടച്ച് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ടെമ്പറേച്ചർ മാത്രമല്ല ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി 90-95% ഹ്യൂമിഡിറ്റി ഉണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ടയർഡായി പോകും. അമ്മാതിരി ചൂടല്ലേ. അപ്പൊ ഈ സമ്മർ പെർഫ്യൂം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോൺട്രവേഴ്സി ഉണ്ട് അതിനകത്ത്. പിന്നെ പൊതുവെ നമ്മുടെ ഒരു പെർഫ്യൂമിനെ പറ്റിയുള്ള നമ്മുടെ ഒരു ചിന്താഗതി, മീൻസ് കേരളീയരുടെ, മലയാളികളുടെ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതി ഉണ്ട് പെർഫ്യൂമിനെ പറ്റി. ഒന്ന് പറഞ്ഞാൽ രാവിലെ 7:30 അടിച്ചാൽ വൈകുന്നേരം 7:30 വരെ നിൽക്കണം. ഇതാണ് ഒരു ബേസിക് നീഡ്. ഷോപ്പിലേക്ക് വരുന്നവരുടെയും ഫസ്റ്റ് നീഡ് ഇതാണ്. ലോങ് ലാസ്റ്റിംഗ്, ഇതാണ് ഫസ്റ്റ് നീഡ്. അതിന്റെ സുഖവും ഒക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് ഇതാണ്. പക്ഷെ ഈ ഒരു സമ്മറിൽ ഒരു പെർഫ്യൂമും എനിക്ക് തോന്നുന്നില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കും. നമ്മുടെ ഒരു ഫുൾ ടൈം ഒരു AC ആംബിയൻസിലൊക്കെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിംഗ് കിട്ടും. പക്ഷെ അപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് വലിഞ്ഞു പോകും. അമ്മാതിരി ചൂടല്ലേ. ആൽക്കഹോൾ അങ്ങ് പെർഫ്യൂമിന് അങ്ങ് വലിച്ചു കളയും. പിന്നെ നമുക്ക് ആ സ്മെല്ല് പുറത്തേക്ക് വരില്ല. അതാണ് അതിനകത്തുള്ള പ്രശ്നം. എങ്കിലും ഞാനൊരു 5 പെർഫ്യൂം സമ്മറിൽ വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. ഈ സിട്രസിൽ തന്നെ ഉള്ളത്, സിട്രസ്, അക്വാട്ടിക് ഒക്കെ ബേസ് വരുന്ന കുറച്ചും കൂടി ഒരു പഞ്ചന്റ് ആയിട്ടുള്ള പെർഫ്യൂംസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും നിൽക്കില്ല. ഉച്ച വരെ എന്തായാലും അത് നിൽക്കും. ഉച്ചയ്ക്ക് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യണം, അത്രയും ഒന്ന് ചിന്തിച്ചാൽ മതി. ഉച്ചയ്ക്ക് നമ്മളൊന്ന് ഭക്ഷണം കഴിച്ച് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഓഫീസിലൊക്കെ ഒന്ന് പോകാൻ. അത്രയും ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പെർഫ്യൂംസിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, കാരണം ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ് ആയി പോയതുകൊണ്ട് ഞാൻ പെർഫ്യൂംസിന്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. അതിൽ നമുക്ക് ഏറ്റവും പഞ്ചന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സിട്രസി ബേസ്ഡ് ചെറിയ ഒരു മെലൻ, ഓറഞ്ച്, ചെറുനാരങ്ങ കൂടിയൊക്കെ ചേർന്ന് വരുന്ന പെർഫ്യൂമാണ് റാൽഫ് ലോറന്റെ പോളോ ബ്ലൂ എന്ന് പറയുന്ന പെർഫ്യൂം. അത് നമുക്ക് നോർമലി ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിന്റർ ടൈമിൽ അതൊരു ഫുൾ ടൈം നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. സമ്മറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ ഒരു കുറവുണ്ട്. കൂടുതലും അത് ആളുകൾ ഈ ജിമ്മിലൊക്കെ പോകുന്നവർ ഈ പെർഫ്യൂംസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. വേർത്ത് വരുമ്പോഴും ഈ ആ സ്മെല്ലും ഇതുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസും ഒരു സുഖമുള്ളൊരു സ്മെല്ലിലേക്കൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് റാൽഫ് ഫ്ലോറിന്റെ പോളോ ബ്ലൂ എന്ന് പറയുന്ന പെർഫ്യൂം. പിന്നെ നമുക്ക് കുറച്ചും കൂടി പഞ്ചന്റിൽ വരുന്ന സിട്രസി പെർഫ്യൂമാണ് പെർഫ്യൂം ഡി മാർലിയുടെ സെഡ്ലി എന്ന് പറയുന്ന പെർഫ്യൂം. ഇതൊരു കുറച്ച് കോസ്റ്റ്ലി പെർഫ്യൂമാണ്. പക്ഷെ ഒരു ഭയങ്കര സ്മൂത്ത് പെർഫ്യൂം ആണെങ്കിലും അതിൽ കുറച്ചൊക്കെ ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇതേ ഒരു കാറ്റഗറി തന്നെയാണ് കേട്ടോ. സിട്രസി ടൈപ്പ് പെർഫ്യൂം തന്നെയാണ്. ചെറിയൊരു ഫ്രൂട്ടി നോട്ട്സും കൂടി അതിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. പെർഫ്യൂം ഡി മാർലിയുടെ സെഡ്ലി എന്ന് പറയുന്ന പെർഫ്യൂം. മൂന്നാമത്തെ പെർഫ്യൂം എൻ്റെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊരു പെർഫ്യൂം, ഡെയിലി നല്ലോണം നമ്പേഴ്സ് പോകുന്നൊരു പെർഫ്യൂം, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ ജ്വല്ലറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഫുൾ ടൈം AC ക്കകത്തായിരിക്കുമല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ പെർഫ്യൂംസിൻ്റെ അകത്ത്. ഇനിയിപ്പോ കുറച്ച് കുറയും, ഡെഫിനറ്റ്ലി കുറയും. ബട്ട് എന്നാലും നോർമലി കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ വെച്ച് വരെ കൂട്ടിയാൽ മതി. അപ്പൊ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ മെൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം.
ഇനി ഒരു ഇത് സിട്രസി വിട്ടിട്ട് ഒരു ചെറിയൊരു സ്വീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നാലാമത്തെ പെർഫ്യൂം ബ്ലാക്ക് വാനില, മഞ്ചേരയുടെ ബ്ലാക്ക് വാനില. നല്ലൊരു സ്വീറ്റ് പെർഫ്യൂമാണ്, വാനില ബേസ്ഡ് സ്വീറ്റ് പെർഫ്യൂമാണ്. ഷോപ്പിൽ നിന്ന് ഈ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവരൊക്കെ കൊണ്ടുപോകുന്ന ഒരു പെർഫ്യൂംസ് ആണ്. അപ്പൊ അവര് വെയിലത്ത് കിടന്ന് കളിയൊക്കെ കഴിയുമ്പോഴും അവർക്ക് ആ സ്മെല്ല് അവസാനം കിട്ടുന്നുണ്ട്. ഒരു 20 വരെ കിട്ടും എന്നല്ല ഉദ്ദേശിച്ചത്, എങ്കിലും അവർ ഒരു 20 ഓവർ മാച്ചൊക്കെ കളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് കിട്ടുന്നുണ്ട് സ്മെല്ല്. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ബ്ലാക്ക് വാനില എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. അടുത്ത അഞ്ചാമത്തതെന്ന് പറയുന്നത് സ്വീറ്റ് തന്നെയാണ്, ഒരു ഡിഫറെന്റ് സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഫെർജോഫിന്റെ എർബാപുര എന്ന് പറയുന്ന പെർഫ്യൂം. മാർക്കോ പെർഫ്യൂം നമ്മൾ പറയും. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലോണം ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഇറ്റാലിയൻ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു പെർഫ്യൂമാണ്. നമുക്ക് ഒരു ലാവൻഡറിന്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ട് അതിനകത്ത്. ആക്ച്വലി അതൊരു ഇറ്റാലിയൻ ഫ്രൂട്ട്സ് ആണ്, കോമ്പിനേഷൻ ഓഫ് ഇറ്റാലിയൻ ഫ്രൂട്ട്സ് ആണ്. ഈ 5 പെർഫ്യൂമും നമുക്ക് ഈ ഒരു സമ്മർ കാലഘട്ടത്തിൽ ഉപയോഗിക്കാം. ചിലർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിൽക്കില്ല. അവർക്കൊരു അറബിക് പെർഫ്യൂംസ് തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിതൊരു ഉച്ചവരെ നിൽക്കുന്ന ആ ഒരു തിങ്കിങ്ങും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്, ഈ 5 പെർഫ്യൂംസ്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ പെർഫ്യൂംസിൽ പരിചയപ്പെടുന്നവരേക്ക് എല്ലാവർക്കും